ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറക്കാൻ ഭാഗത്തേക്ക് ഇറങ്ങിക്കുക. എനിക്ക് 12 മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാൽ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നേ. പിന്നെ പൗലുസാറിന് 2 കുഞ്ഞു പിള്ളേരാ. അവരോടൊക്കെ എങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറയണേ? പോയേക്കാം. ഇവിടെ അപ്പടി കൊതുക. ഇച്ചാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇച്ചാൻ ഓക്കെ ആണോ? എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ചുമ്മാ അതേക്കോ. ഇച്ചാനൊന്നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ. വൈകിട്ട് കാണാം. ബാ. എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാണ് കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നത്. പോടാ ഓപ്പേ. അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം കാശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങളില്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേച്ചി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലേ? നിനക്കുള്ള ചീരക്കറി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേല്. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ കയ്യിലാണ്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. പറയാതേക്ക് തരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടേ? പ്രിൻസി വിളിച്ചായിരുന്നു? ഇതോ അച്ഛേ, അപ്പൊ അധികം കഴിക്കണ്ട കേട്ടോ. ജോസേട്ടാ വളർത്തിങ് എടുത്തേ. അളിയൻ പിന്നെയും ആ കറി തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അനിയച്ചിന്റെ സ്പെഷ്യലാ, നാടനാ. കുഞ്ഞിലെ പപ്പടം ഇട്ടോടും. എന്റെ പൊന്നളിയെ എന്തിനാ ധൃതി പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരെ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചോളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങ് എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ?
അവരൊക്കെ കിടന്നായിരുന്നോ? ടി വി കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ, കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റില്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചു വരട്ടെ. അയ്യോ ബാടാ കിടക്കാം. നല്ല അടിയാ. എന്റെ പൊന്നി ചാച്ചാ, ക്രിക്കറ്റ് കളി വെക്കുക ചാച്ചാ. മതി മതി, വെക്കട തുടങ്ങിയ. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ചാ, ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന ഫ്രണ്ട്സ് ഇരിക്കും. ഇച്ഛാനിരിക്കെ. അത് ഫ്രണ്ട്സ് ഇരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന് ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ടല്ലേ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വില ഉണ്ടാവില്ല.
ഫ്രണ്ട്സേ ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ. ഫ്രണ്ട്സേ 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 അമ്മച്ചി അമ്മച്ചി എന്നാ അച്ഛാ ഉറങ്ങിയില്ലേ? അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോളെ 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 എന്താ പറ്റി? കർത്താവെ ചതിച്ചോ മക്കളെ, എന്നാ പറ്റി മോളെ? എന്നാ പറ്റി അമ്മച്ചി? നിനക്ക് അറിയത്തില്ലല്ലേടാ, അറിയത്തില്ലല്ലേ, നിനക്ക് അറിയത്തില്ലല്ലേ, അമ്മച്ചി ചുമ്മാ ഇരി. അറിയത്തില്ലല്ലേ? എന്താ യോ എന്നതാ മോളെ മോളെ ടീനെ ടീനെ